हाय बच्चों। तो आज हम एक नए कविता लेकर आए हैं. പുതിയ കവിതയാണ്. ഇത് ലാസ്റ്റ് പദ്യ വിഹാറില് ലാസ്റ്റിലത്തെ കവിതയാണ് നമുക്ക് എടുക്കാനുള്ളത്. നമുക്ക് ഒരു ഇതും കൂടി വിട്ടുപോയിട്ടുണ്ട്. തുളസീദാസിന്റെ 3 ദോഹ ഉണ്ടായിരുന്നു പഠിക്കാൻ. ഒന്ന് നിങ്ങൾക്ക് എടുത്തിട്ടില്ല, അത് നമുക്ക് എടുക്കണം. അത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് കഴിഞ്ഞു. ഓക്കെ. പിന്നെ നമുക്ക് കനുപ്രിയ ടെക്സ്റ്റ് വാങ്ങിക്കാത്ത ആൾക്കാര് എവിടുന്നെങ്കിലും ആരെങ്കിലും പോകുന്ന ആരെടുക്കുന്ന എന്താ പറഞ്ഞ് ഏൽപ്പിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കനുപ്രിയ തുടങ്ങാം. അപ്പൊ ഇത് നമുക്ക് ഇന്ന് നോക്കാം. ആരാണ് ഇയാള്? जयप्रकाश करदम है ये. जयप्रकाश करदम ഹിന്ദി സാഹിത്യ के സമകാലീന കവി है. എല്ലാവരും ആധുനിക കാലഘട്ടത്തിലെ കവികളാണ്. പക്ഷെങ്കില് പ്രസന്റ് ആയിട്ടുള്ള സമകാലീന എന്ന് വെച്ചാൽ പ്രസന്റ് ആയിട്ടുള്ള കവിയാണ് ആര്? ജയപ്രകാശ് കർദം. ജയപ്രകാശ് കർദം ഒരു ദളിത് സാഹിത്യകാരനാണ്. ഇപ്പം നമുക്ക് കറണ്ട് ആയിട്ടുള്ള വിഷയം ഒന്ന് സ്ത്രീകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം ദളിതാണ്. ദളിത് എന്ന് വെച്ചാല് ദമൻ ഹുവ ലോഗ് അല്ലെങ്കിൽ പീഡിത് ലോഗോ കെ ബാരെ മേ ജോ കഥാ കഹാനി ലേഖൻ ലിഖ്തേ ഹൈ വഹ ദളിത്. അവരുടെ യഥാർത്ഥ അവസ്ഥ ദളിത് അല്ലെങ്കിൽ നമ്മൾ ഗാന്ധിജി അവരെ വിളിച്ചത് ഹരിജൻ എന്നാണ്. ഹരിജൻസിന്റെ യഥാർത്ഥ അവസ്ഥ എന്താ മനസ്സിലാക്കിക്കൊണ്ട് രചനകൾ എഴുതിയത്. അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് ഈ ദളിതിന്റെ അവസ്ഥ അറിയാൻ പറ്റുന്ന ആൾക്കാർ ദളിത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ ദളിത് തന്നെയാണ്. അപ്പൊ ദളിത് സാഹിത്യം എഴുതുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ. ദളിത് സാഹിത്യം എഴുതുന്ന ആൾക്കാരെന്ന് പറയാം. ओके. अब इങ്ങനെ ഒരാളാണ്, ദളിതാണ് ആര്? जयप्रकाश करदम एक दलित है और उन्होंने बहुत सारे കഠിനായിയാ झेलने पड़े. അറിയാലോ, ഒരു താഴത്തെ ജാതിയിലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങള് അല്ല എന്തൊക്കെ പ്രോബ്ലംസ് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അങ്ങനെ ഒരു ആള് സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ജയപ്രകാശ് കർദം. ഓക്കെ. ഏകദേശം ഒരു ഐഡിയ മനസ്സിലായല്ലേ? അപ്പം പിന്നീട് ആദ്യ കാലഘട്ടങ്ങളിലെ സാഹിത്യം ദളിതിനെ പറ്റിയിട്ടൊന്നും ആയിരുന്നില്ല എഴുതിയത്. 1980s ദളിതില് ഫോക്കസ് ചെയ്തുകൊണ്ട് ജയപ്രകാശ് കർദം കഥകളും കവിതകളൊക്കെ എഴുതാൻ തുടങ്ങിയത്. ഓക്കെ. ജയപ്രകാശ് കർദം ഏത് കവിയാണ്? ദളിത് ആലോചക് है അല്ലെങ്കിൽ ദളിത് രചനാകാർ है. उनका जन्म कहाँ पर हुआ था? उत्तर प्रदेश में. उनका जन्म उत्तर प्रदेश में 1958 में. ഗ്രാമത്തിന്റെ പേരൊന്നും ഓർമ്മയില്ലെങ്കിൽ വേണ്ട. ഓക്കെ. ഇന്ദർഘട്ടി, ഹൗപുട്ട് റോഡ്, ഗാസിയാബാദ്. മരിച്ചിട്ടില്ല ഇയാള്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എന്താ मृत्यु की तो यहाँ पर नहीं देख सकते अल्ले. तो जन्म कहाँ पर हुआ है? उत्तर प्रदेश में हुआ है. 1958 में हुआ है. उन्होंने MA दर्शन शास्त्र, ഹിന്ദി ഇതിഹാസ്, ഈ നമുക്ക് PG എന്താ ട്രിപ്പിൾ PG ഒക്കെ എടുക്കാം. ഓക്കെ. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷിൽ എടുക്കാം, ഹിന്ദിയിൽ എടുക്കാം. അങ്ങനെ അത്രയും പാവപ്പെട്ട ഒരാള് ഇത്രയും നല്ലോണം പഠിച്ചിട്ട് 3 വിഷയത്തിൽ അയാള് എന്താ MA ചെയ്തിട്ടുണ്ട്. ഏത്? ഫിലോസഫിയില്, ഹിന്ദിയിലും പിന്നെ ഹിസ്റ്ററിയിലും. ഓക്കെ. PhD ഇन्होंने हिंदी में किया है. PhD ഹിന്ദിയിലാണ് ചെയ്തത്. അപ്പം ഇത്രയൊക്കെ ഒരു ദളിത് കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഇത്രയൊക്കെ പഠിച്ച് നേടാനുള്ള ഒരു തന്റേടം ആർക്കുണ്ടായിരുന്നു? ജയപ്രകാശ് കർദമിനുണ്ടായിരുന്നു. അങ്ങനെ ഈ സവർണർക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ, അല്ലെ അവർക്ക് മാത്രമേ സമൂഹത്തിൽ നല്ല നിലയിൽ എത്താൻ പറ്റൂ എന്നൊക്കെ ആ ഒരു രീതി ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി മറച്ചുകൊണ്ടാണ് ജയപ്രകാശ് കർദം മുന്നോട്ട് വന്നത്. അപ്പൊ ജയപ്രകാശ് കർദം
പിന്നെ കാൾ മുന്നേ ഓം പ്രകാശ് വാൽമീകി എന്ന് പറഞ്ഞൊരു ദളിത് സാഹിത്യകാരൻ ഉണ്ടായിരുന്നു. അയാളുടെ ഒക്കെ പ്രേരണ കൊണ്ടാണ് ഇതിലോട്ട് വന്നത്. ഓക്കെ, इनके प्रसिद्ध कविता है गूंगा नहीं था मैं, തിൻക തിൻക ആഗ്. അപ്പൊ 2-3 കവിതകളുടെ പേര് ഓർത്തു വെക്കുക. തിൻക തിൻക ആഗ്, ഗൂങ്ക. ഗൂങ്ക എന്ന് വെച്ചാല് സംസാരിക്കാൻ പറ്റാത്ത ആളല്ല ഞാൻ എന്നാ പറയുന്നത്. ഗൂങ്ക നഹി താ മേ. അപ്പൊ ഇതൊക്കെ നമുക്കൊരു എന്താ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ, നമ്മളുടെ അധികാരത്തിനെ പറ്റി. എന്തിനാ ദളിത് സാഹിത്യം എഴുതുന്നത്? ഈ ദളിതന്മാരുടെ അവർക്കും ഈ സമൂഹത്തില് ഈ സാധാരണ ആൾക്കാർ ജീവിക്കുന്ന പോലെ തന്നെ അവകാശങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും ഡോക്ടർ അംബേദ്കർ ഒക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. ഓക്കെ, ഒരു കാലഘട്ടത്തില് ഈ ദളിത് അവരെ അവയർനെസ് കൊടുക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും കുറേ കാര്യങ്ങള് ചെയ്തിട്ടുള്ള ഒരാളാണ് അംബേദ്കർ. ഫൂലെ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, മറാഠി മഹാരാഷ്ട്രയിൽ നിന്നാണ് ദളിത് സാഹിത്യം തുടങ്ങിയത്. ഓക്കെ, ആരെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാർ വന്നത്. ഓക്കെ, പൈന്തർ എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ആദ്യം ദളിത് സാഹിത്യത്തിന് അല്ലെങ്കിൽ ദളിതരെ മുന്നോട്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഘടന തുടങ്ങിയത്. ഓക്കെ, ഇപ്പൊ 1972 ഈ സംഘടന തുടങ്ങിയത്. ആ കാലഘട്ടം വരെ ഈ ഏതെങ്കിലും രചനയുടെ വിഷയം ദളിത് അല്ലെങ്കിൽ പാവപ്പെട്ടവര് അവരെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും കുറെ രചനകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ഫോക്കസ് ചെയ്തിട്ട് എഴുതാൻ തുടങ്ങിയത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, അപ്പം ഗുങ്ക നെഹി താ മാം, ആ ഇതിൽ തന്നെ നമുക്ക് ടൈറ്റിൽ തന്നെ മനസ്സിലാവും. ഞാൻ മിണ്ടാണ്ടിരിക്കൂല. ഓക്കെ, തിൻക തിൻക ആഗ്, ബസ്തിയോं से बाहर, राहुल. उपन्यास है करुणा, शमशान का रहस्य. कहानी है तलाश खरोंज. यात्रा संस्मरण, जर्मनी में दलित साहित्य, अनुभव और स्मृतियां. साक्षात्कार, मेरे संवाद, ആലോചന വ വൈചാരിക് പുസ്തകെ. കുറെ പുസ്തകങ്ങളുണ്ട്. ശ്രീലാൽ ശുക്ലകൃത്. ഇത് ഏകദേശം ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകങ്ങളും ആലോചന ക്രിട്ടിസൈസ് ചെയ്ത പുസ്തകങ്ങളൊക്കെയാണ്. ശ്രീലാൽ ശുക്ലിന്റെ ദർബാരി കാ സമാജശാസ്ത്രീയ അധ്യയൻ, 21वीं सदी में दलित आंदोलन. ഇതൊക്കെ ആലോചന പുസ്തകമാണ്. ആരുടെ? ജയപ്രകാശ് കർദമിന്റെ. साहित्य एवं समाज चिंतन, दलित विमर्श, साहित्य के आईने में, वर्तमान दलित आंदोलन, बौद्ध धर्म के आधार स्तंभ, अम्बेडकरवादी आंदोलन, दशा और दिशा, हिंदुत्व और दलित, कुछ प्रश्न कुछ विचार, डॉक्टर अम्बेडकर, दलित और बौद्ध धर्म, समाज संस्कृति और दलित साहित्य, सामाजिक बदलाव की पटकथा, दलित कविता, समकालीन परिदृश्य, दलित साहित्य एवं चिंतन, समकालीन परिदृश्य, चमार, मानवता के दूत, डॉक्टर अम्बेडकर की कहानी, बुद्ध की शरणागत नारियां, बुद्ध और उनके प्रिय शिष्य, महान बौद्ध बालक, आदिवासी देव कथा, लिंगों, हमारे वैज्ञानिक CP रमन, बाल साहित्य है ये. तो ഇതില് ഇദ്ദേഹം എഴുതിയ ആലോചന പുസ്തകമാണ്. ക്രിട്ടിസൈസ് ചെയ്ത ബുക്സ് ആണ്. ഓക്കെ, ക്രിട്ടിക്സ് ആണ്. അപ്പം ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ആലോചന എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അത്രയും ഈ ദളിതിന് അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരാളാണ് ആര്? ജയപ്രകാശ് കർദം. ഓക്കെ, അപ്പൊ ഏകദേശം അയാളുടെ ജീവിതവും അത്രയും സംഘർഷഭരിതമായിരുന്നു.
അനുഭവിച്ച ആൾക്കേ അത് എന്താ അതിന്റെ തീവ്രത മനസ്സിലാവൂ എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ? അതേപോലെ അനുഭവിച്ച ആൾ എഴുതുമ്പം എന്താ അതിന്റെ യഥാർത്ഥ അവസ്ഥ അത് എന്താ ഇതില് കൊണ്ടുവരാൻ പറ്റൂന്നാണ് പറയുന്നത്. ഓക്കെ, उन्हें बहुत सारे सम्मान भी मिला है। केंद्रीय साहित्य संस्थान, मानव संस्थान विकास मंत्रालय के द्वारा सम्मान, भारत सरकार द्वारा महापंडित राहुल सांकृत्यायन पुरस्कार, हिंदी अकादमी दिल्ली द्वारा विशेष योगदान सम्मान सहित अनेक साहित्यिक सांस्कृतिक संस्थाओं द्वारा सम्मानित किया गया है. ഇഷ്ടംപോലെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മേരെ അധികാർ കഹാ ഹെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കവിത. മേരെ അധികാർ കഹാ ഹെ. ठीक है, അപ്പം ഏകദേശം ജയപ്രകാശ് കർദമിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെ കവിത നോക്കാം. ഓക്കെ, ഇതെല്ലാം നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ. ഇതിന്റെ എല്ലാ ഒരു എക്സാം വെക്കുന്നുണ്ട് ഈ ആഴ്ച. നിങ്ങൾക്ക് നിങ്ങൾ ഇന്റേണൽ ആയതുകൊണ്ടാണ്. നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് വെള്ളിയാഴ്ച എക്സാം വെക്കേണ്ടതാണ്. നാളെ ഇല്ല, എന്തായാലും അടുത്ത ആഴ്ച തൊട്ടിട്ട് നമുക്ക് തുടങ്ങാം. ओके, जयप्रकाश करदम कौन है? वह हमारी हिंदी समकालीन कवि है और वह किस नाम से जाना जाता है? दलित साहित्यकार के रूप में जाना जाता है. अभी भी वह जिंदा है और वह दलितों के लिए बहुत सारे कार्य कर रहे हैं. केवल लेखन ही नहीं, वह बहुत सारे सेवा की संस्थाएं और बहुत सारे काम भी दलितों के लिए कर रहे हैं. ठीक है, धन्यवाद.